നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഓൾഡ് ഫിറ്റിങ്സുകളാണ്. അതായത് ഒരു 10-15 വർഷം മുമ്പുള്ള ഫിറ്റിങ്സ്, കൺസീൽഡ് പാർട്ട്, അതുപോലെ ഒരു 25 വർഷം 30 വർഷം മുമ്പൊക്കെ ഉള്ള ഒരു കൺസീൽഡിൻ്റെ കോക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ഡിമോളിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അത് നമ്മൾ റയറായിട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ മുമ്പ് ഉപയോഗിച്ച സാധനമായിരുന്നു. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള അന്നത്തെ ഒരു 30 വർഷം മുമ്പ്, ഒരു 40 വർഷം മുമ്പ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരുത്തിയിട്ട് അത്രയും കോസ്റ്റ് കൊടുത്ത് മേടിച്ച് ഫിറ്റ് ചെയ്ത ആളുകൾ അന്നത്തെ കാലത്ത് ആളുകളത് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് യാതൊരുവിധ വിലയില്ലാത്ത രീതിയിലാണ് നമ്മൾ അടിച്ചു പൊളിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്ഡേഷൻ വന്നപ്പോൾ ഇത് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ റെയറായിട്ട് നമുക്ക് കിട്ടിയ ഒരു പീസാണ് ഈ പീസ്. ഇത് നമ്മളെ ഇന്ത്യൻ ക്ലോസറ്റിന് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങൊക്കെ നല്ല രസമാണ്. അതായത് ഫുള്ളി ബ്രാസാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒന്നുമല്ല തൂക്കി കൊടുക്കാനത് ഇപ്പോഴത്തെ ഇതിൽ തൂക്കി കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളിത് ഉപയോഗിച്ചിരുന്നു. ഇത് മുമ്പ് ആളുകൾ വളരെ റയറായിട്ട് അത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ ഒരു മ്യൂസിയം പീസൊക്കെ ആയിട്ട് സൂക്ഷിക്കേണ്ട ആളുകൾക്കൊക്കെ ഇന്നും എടുത്തു വെക്കാൻ പറ്റിയ ഒരു പീസാണിത്. ഇത് നമ്മളെ ഇന്ത്യൻ ക്ലോസറ്റിന് കൺസീൽഡ് ആയിട്ട് വരുന്ന ഒരു വാൽവായിരുന്നു. ഫുള്ളി ബ്രാസാണ് വരുന്നത്. ഈ ഒരു സ്റ്റോപ്പറാണ്, ഇതൊരു സ്പിൻഡലാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഫുള്ളൊരു റബ്ബറിൻ്റെ ഒരു സ്പിൻഡലാണ്. അപ്പോൾ ശരിക്ക് ഇതൊരു പ്രസ്സിങ്, ഒരു പക്ഷേ ഇതിൽ സ്പ്രിങ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അയച്ചിട്ട് ഇത്രയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫിക്സിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാഞ്ച്, ഇതിൻ്റെ മുകളിൽ ഈ ഡൂം വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഫ്ലാഞ്ചും കൂടി വന്നിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ബാക്കിലായിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കറക്റ്റ്. അപ്പോൾ ഏകദേശം ഒരു 30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കണമെങ്കിൽ അത്രയും ഇതിനെക്കുറിച്ച് അറിയുന്നതും ലക്ഷറി ആയിട്ട് ബാത്റൂമുകളൊക്കെ ചെയ്ത ആളുകളായിരിക്കും ഇത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം വന്ന വാൽവാണ് ഈ വാൽവ്. ഇതിൻ്റെ ശേഷം വന്നത് ഒരു CPയിൽ വരുന്നതിന് ഒരു സെറ്റായിട്ട് വരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വീടുകളിലൊക്കെ കണ്ടിരുന്നു. ഫുള്ളായിട്ട് ഒരു പാരിവറിൻ്റെ ഫുൾ പാർട്ട്. പിന്നെ അതിന് ശേഷമാണ് ഒരു കൺസീൽഡിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജാഗ്വറാണ്. ആ ജാഗ്വറിൽ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പുഷ്കോക്കാണ് ഈ പുഷ്കോക്ക്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് നമ്മളെ ഫ്ലഷ് ടാങ്കിലേക്ക്, കൺസീൽഡ് ടാങ്കിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ സാധനം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ മുമ്പ് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതുപോലെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ഭാഗമായിട്ടൊക്കെ ഓരോന്ന് നമ്മൾ കൈവശം ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിലൊക്കെ നമുക്ക് ഇതൊന്ന് എടുത്തു വെക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലൊരു 2 നോക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആളുകൾക്ക്, നമ്മളെ മുമ്പത്തെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക്, പ്ലംബർമാർക്കും എല്ലാവർക്കും ഇത്രയും വർഷം മുമ്പ് ഉപയോഗിച്ച സാധനങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ്റെ പുറകിൽ വന്നൊരു അപ്ഡേഷനാണിത്. ഇതാണ് മൊത്തത്തിൽ നമ്മളെ കൺസീൽഡിനൊരു മാറ്റം കൊണ്ടുവന്നൊരു സാധനമാണ് ഈ ജാഗ്വറിൽ വന്നിരുന്ന പുഷ്കോക്ക്. പിന്നെ അതിന് ശേഷമാണ് നമ്മളെ കൺസീൽഡ് ടാങ്കിലേക്ക് വന്ന് പടേനെ കൺസെപ്റ്റുകൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കൺസീൽഡ് ടാങ്കിൽ ഫുൾ ഫ്രെയിമും ഹാഫ് ഫ്രെയിമും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു
കൺസീൽഡിന് ഒരു പുതിയ മുഖം കൊടുത്തത് ഈ ഒരു ജാഗ്വറാണ്. ഈ ഒരു പുഷ്കോക്ക് ഇറക്കിയതിന് ശേഷമാണ്. അതിന് ശേഷമാണ് നമ്മൾ കൺസീൽഡ് ടാങ്ക് വന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വർഷം മുമ്പ് വന്ന ഒരു ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ സിസ്റ്റം. ഇത് നമുക്കൊരു വീടിൻ്റെ ബാത്റൂം ഡിമോളിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിട്ടിയതാണ്. അപ്പോൾ എടുത്തു വെച്ചാണ്. അപ്പോൾ ഇതുപോലെ നല്ല പീസുകൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഗുഡ് ബൈ.